പ്രിയമുള്ളവരെ, കേരളത്തിലെ എക്കാലത്തെയും വൻ ദുരന്തങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടൽ. ഏകദേശം 282ഓളം പേർ ഇതുവരെ മരണപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ അത്രയും പേരെ തന്നെ കാണാതായിട്ടുമുണ്ട്. പല റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തോത് ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒറ്റ രാത്രിയിൽ ഉണ്ടായ സംഭവം നേരം വെളുത്തപ്പോഴേക്കും ഒരു പ്രദേശത്തെ തന്നെ കൊണ്ടുപോയിരിക്കുകയാണ് വെള്ളത്തിൽ. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യജീവനുകൾ, മിണ്ടാപ്രാണികൾ, വസ്തുവകകൾ, കെട്ടിടങ്ങൾ ഒക്കെ നാമാവശേഷമായിരിക്കുകയാണ്. അതിൽ അവശേഷിച്ചവർ, ചികിത്സയിൽ കഴിയുന്നവർ, രക്ഷപ്പെട്ടവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ വേദനാജനകമാണ്. കാരണം പലർക്കും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൽ രക്ഷപ്പെട്ടവരുടെ പലരുടെയും കുടുംബങ്ങളുടെ അംഗസംഖ്യ കുറഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ചില കുടുംബങ്ങളിൽ ഒരാൾ ഒക്കെ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ആ വെള്ളത്തിൽ ഒലിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ നിമിഷത്തിൽ കേരളം മുഴുവൻ കൈകോർത്തുകൊണ്ട് അവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ അവർക്ക് വേണ്ട വസ്തുവകകൾ, അതുപോലെ സംഭാവനകളൊക്കെ നൽകേണ്ട സമയമാണിത്. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭാവനയെക്കുറിച്ചിട്ടുള്ള ഒരു വിമർശിക്കുന്ന, വയനാട്ടിൽ തന്നെയുള്ള ഒരു വ്യക്തി ചെയ്ത വീഡിയോയാണത്. അപ്പോൾ അദ്ദേഹം ഈ സംഭാവന നൽകുന്നതിനെ പറ്റി ചില കാര്യങ്ങൾ വിമർശനത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം കാണാം. അത് കണ്ടതിന് ശേഷം എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ പറയുന്നത് വേറൊന്നല്ല, വയനാട് ദുരിതത്തിലാണ്. അപ്പോൾ ഈ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളോടൊക്കെ ഞാൻ പറയുകയാണ്, ഇങ്ങോട്ട് എന്തെങ്കിലും അയക്കുകയാണെങ്കിൽ സന്നദ്ധ സംഘടനകൾക്ക് അയക്കാതിരിക്കുക. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വന്നിട്ട് ഇവിടുത്തെ കാടുമായി ബന്ധപ്പെട്ടിട്ട് ഈ പുഴയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന സാധനങ്ങളൊക്കെ ക്യാഷായിട്ട് നിങ്ങൾ കൊടുക്കുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞ ഈ സന്നദ്ധ സംഘടനകളുടെ കയ്യിലേക്കാണ്. അത് വേണ്ട. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് കൊണ്ട് കൊടുക്കുക. അത് തന്നെയാണ് ഇവർ ഈ സമയത്ത് വരുന്നത്. കഴിഞ്ഞ തവണ വന്ന ആ ഒരു ഫണ്ടൊക്കെ എടുത്തിട്ട് ആൾക്കാർ കാറ് വാങ്ങുന്നു, അതിന്റെ സെക്രട്ടറി വാങ്ങുന്നു, അതിന്റെ പ്രസിഡന്റ് വാങ്ങുന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, കണ്ടും കേട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഊരിലെ ആൾക്കാർക്കോ അവരുടെ കാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കോ ഒരു സാധനം നിങ്ങൾ കൊടുത്തൊരു സാധനം കഴിഞ്ഞ തവണയാണെങ്കിൽ അതിന് മുമ്പത്തെ സമയമാണ് അവരുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇത്തവണ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരിട്ട് വരിക, അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുക. അല്ലാതെ ഒരു സംഘടനയെ ഏൽപ്പിച്ചിട്ടോ ഒരു എൻജിഒനെ ഏൽപ്പിച്ചിട്ടോ അത് ഇവിടെയും പോകുന്നില്ല. അത് പിന്നെ ഒരു സംഘടനയുടെ നേതാവിന്റെ കീശയിലേക്ക് പോയിട്ട് അയാൾ പുതിയ കാറ് വാങ്ങുന്നു, അയാൾ അങ്ങനെ ആ ലെവലിൽ നിൽക്കുന്ന ഒരു തരത്തിലാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതുപോലെ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സംഭാവനകൾ അവിടെ സന്നദ്ധ സംഘടനകളുടെ കയ്യിൽ എത്തിയപ്പോൾ അവരൊക്കെ അത് സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് കാറ് വാങ്ങിയ വിവരങ്ങളും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെയുള്ള സന്നദ്ധ സംഘടനകളെ നമ്മളുടെ സംഭാവനകളും കാര്യങ്ങളും ഏൽപ്പിക്കരുത് എന്ന് തന്നെയാണ് ഇദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇദ്ദേഹം ഊന്നൽ നൽകി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പിന്നെ ഇവിടുത്തെ ഗോത്ര സമുദായമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻജിഒസിന്റെ കയ്യിൽ, സംഘടനകളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള നിങ്ങൾ എന്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അത് ഏൽപ്പിക്കാതിരിക്കുക. ഇവിടുത്തെ ഗോത്രത്തിന്റെ കയ്യിലോ അല്ല ഗോത്രവുമായി ബന്ധപ്പെട്ട് കാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ കയ്യിലോ ഇത് എത്തുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, അവിടെയുള്ള ഗോത്ര വിഭാഗക്കാരായ സന്നദ്ധ സംഘടനകളോട് ഒരു കാരണവശാലും സംഭാവനകൾ ഏൽപ്പിക്കരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം അതിന് ഇദ്ദേഹം പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് നേരിട്ട് തന്നെ അവർ അതൊക്കെ ആ വന്ന സംഭാവനകളൊക്കെ പൊക്കിയതായിട്ട് വിവരം ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇദ്ദേഹം പറയുന്നത് വളരെയധികം ശരി തന്നെയാണ്. കാരണം
അതായത് സന്നദ്ധ സംഘടനകളുടെ കൈകളിലേക്ക് സംഭാവന എത്തി അവിടെ ചെല്ലുന്നില്ല എന്ന് ഇദ്ദേഹം പറയുന്നതിലേക്കല്ല ഞാൻ വരുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭാവനകൾ അവിടെ നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളവിടെ നേരിട്ട് ചെന്നിട്ട് അത് ചെയ്യുന്നത് വളരെ ഉചിതമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവിടെയുള്ളവർക്ക് അപ്പോൾ ആവശ്യമുള്ള വസ്തുതകളായിരിക്കില്ല. ചിലർക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ ഉദ്ദേശിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതായിരിക്കില്ല അവിടെയുള്ളവർക്ക് വേണ്ടി വരിക. എല്ലാവർക്കും അല്ല, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എന്തായാലും അവിടെ ചിലവാകാതിരിക്കില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ കൊടുക്കുന്ന ആവശ്യം ഉള്ള ആൾ അത് സ്വീകരിക്കുമായിരിക്കും. എന്നാലും നമ്മൾ നേരിട്ട് പോയിട്ട് അവിടെ അതിന് അവകാശപ്പെട്ടവരാരോ അവരെ കണ്ടെത്തി നമ്മൾ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചതായിരിക്കില്ല അവർക്ക് വേണ്ടി വരിക. അപ്പോൾ അവരെന്താണോ വേണമെന്ന് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായി തീരും, അത് നമ്മൾ നേരിട്ട് പോയി കാണുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ചെറിയ സംഭാവനകളായാലും വലിയ സംഭാവനകളായാലും അവരെ നേരിട്ട് കണ്ട് കൊടുക്കുന്നത് വളരെ ഉചിതമാണ് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷേ അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ചെറിയ സംഭാവനകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആ സംഭവിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് അകലെയുള്ളവരായിരിക്കാം. അപ്പം നമുക്കത് ഈ സംഭാവനകൾ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇനി വലിയ സംഭാവനകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നവർ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ഥലത്ത് നിന്ന് ഒരുപാട് അകലെയുള്ളവരായിരിക്കാം, അവർക്ക് അവിടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ, ഈ വീഡിയോ മാത്രമല്ല ഞാൻ വേറെയും ചില വീഡിയോകൾ കണ്ടു, അതിലൊക്കെ സന്നദ്ധ സംഘടനകളെ ഏൽപ്പിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സംഭാവന നൽകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ വീഡിയോ അദ്ദേഹം കണ്ടു. അപ്പോൾ സന്നദ്ധ സംഘടനയെ ഏൽപ്പിക്കരുത് എന്ന് കേട്ടതുകൊണ്ട്, അതായത് അതിൽ വിശ്വാസവഞ്ചനയുണ്ട് എന്ന് കേൾക്കുന്നത് കൊണ്ട് താൻ കൊടുക്കാൻ ഉദ്ദേശിച്ച സംഭാവന കൊടുക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ വേദനാജനകമാണ്. അത് നേരിട്ട് കണ്ടാലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ, അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം നമ്മൾ വീഡിയോകളിലൂടെ കാണുന്നു, നേരിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പ്രദേശം തന്നെ ഇല്ലാതായിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ചിരികളൊക്കെ അടങ്ങിയിരിക്കുകയാണ്, അവിടെ ഉണ്ടായിരിക്കുന്ന സന്തോഷങ്ങളൊക്കെ അടങ്ങിയിരിക്കുകയാണ്. അവരെല്ലാം ഇപ്പോൾ അവിടെ രക്ഷപ്പെട്ടവരൊക്കെ ഇപ്പോൾ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട വീഡിയോയിൽ പറയുന്ന സന്നദ്ധ സംഘടനകൾ തന്നെയാണ് എല്ലാം എന്ന് പറയാൻ പറ്റില്ല. ചില സന്നദ്ധ സംഘടനകൾ അങ്ങനെ ചെയ്തിരിക്കാം, പക്ഷേ വളരെ ആത്മാർത്ഥമായിട്ട് 24 മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ട്. അത് നിങ്ങളുടെ പ്രദേശത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നേരിട്ട് പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, അത് വളരെ ഉചിതമായിരിക്കും. അപ്പോൾ അവിടെയുള്ള അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ചിലവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ഇരിക്കട്ടെ, വലിയ രീതിയിൽ സംഭാവന. അപ്പോൾ അത് ആരാണോ അവകാശപ്പെട്ടവർ അവരെ കണ്ടെത്തി അവർക്കത് ചെയ്യുമ്പോൾ അത് നമുക്കൊരു സമാധാനമായിരിക്കും. അതേസമയം അങ്ങനെ അവിടെ പോയി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സന്നദ്ധ സംഘടനകൾ വഴിയോ അല്ലെങ്കിൽ അവിടേക്ക് നമ്മുടെ പ്രദേശത്തു നിന്ന് പോകുന്നവർ വഴിയോ ഒക്കെ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായ സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ സമിതികൾ അല്ലെങ്കിൽ ട്രസ്റ്റുകൾ വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടേക്ക് സംഭാവനകൾ ചെയ്യാവുന്നതാണ്. അത് സംഭാവന ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇത്തരം വീഡിയോകൾ കണ്ടിട്ട് അത് അവരുടെ കൈകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ എത്തില്ല എന്ന് ഒരു തെറ്റിദ്ധാരണ വഴി കൊടുക്കാതിരിക്കരുത്. അങ്ങനത്തെ സംഘടനകൾ ഉണ്ടായിരിക്കാം, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ ചില സംഘടനകളെ ഉദ്ദേശിച്ച് മറ്റെല്ലാ സംഘടനകളെയും നമ്മൾ തെറ്റായിട്ട് കാണരുത്. കാരണം അങ്ങനെ കണ്ട് സംഭാവനകൾ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ, അത് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ രാത്രിയിൽ ഇരിക്കുന്നു, രാവിലെ നോക്കുമ്പോഴേക്കും നിങ്ങളുടെ വീട്, നിങ്ങൾ അതുപോലെ ആ പ്രദേശം മുഴുവൻ ഇതേപോലെ ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയി എന്ന് സങ്കല്പിച്ച് നോക്കുക. അത് സങ്കല്പിക്കാൻ തന്നെ എത്ര വലിയ ഭയാനകമാണ്. അപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് വയനാട്ടിൽ.
അപ്പോൾ അതുകൊണ്ട് ഈ നിമിഷത്തിൽ സംഭാവനയെ പ്രതി ഒരു ചിന്തകളൊന്നും വേണ്ട. പല കമൻറ്റുകളും പല വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവർ പലരും വെറുതെ ഇരുന്നിട്ട് ടൈപ്പ് ചെയ്ത് ഇടുന്ന ആളുകളുണ്ട്, ഒന്നും ചെയ്യാതെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കരുത്. സംഭാവനകൾ തീർച്ചയായിട്ടും നിങ്ങൾ നൽകണം. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ഒരു നിർദ്ദിഷ്ട സംഘടനയെ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത്, എനിക്ക് വിശ്വാസമുള്ള സംഘടന വഴി ഞാൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന, എന്തായാലും അവിടെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സംഘടനകൾ വഴി അല്ലെങ്കിൽ സമിതികൾ വഴി, ട്രസ്റ്റുകൾ വഴി, ഫണ്ട് സ്വരൂപിക്കുന്നവർ വഴി നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ സംഭാവന ചെയ്യുക. അതിൽ യാതൊരു ശങ്കയും വേണ്ട. കാരണം ചില വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ വരാം. അപ്പോൾ അതുകൊണ്ട് ചെയ്യാതിരിക്കാമെന്ന് ഒരു തോന്നലൊക്കെ വരാം. അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. തീർച്ചയായും കേരളം സംഭാവനകൾ നൽകുന്ന കാര്യത്തിലും അതുപോലെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാര്യത്തിലും എപ്പോഴും മുൻപന്തിയിലാണ്. അത് ഈ ഒരു സംഭവത്തിൽ നമ്മൾ സ്മരിക്കേണ്ടതാണ്. തീർച്ചയായും നമ്മുടെ സഹായ സഹകരണങ്ങൾ അവിടെ ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒരുപാട് വസ്തുവകകളൊക്കെ ഇപ്പോൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതേപോലെ ആംബുലൻസുകളൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, രക്ഷാപ്രവർത്തകരും പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രദേശങ്ങളിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇതേപോലത്തെ സംഘടനകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സർക്കാർ മുഖാന്തിരം, അങ്ങനെ നിങ്ങൾക്ക് എന്താണോ വിശ്വസിക്കാൻ പറ്റുന്നത് അതിലൂടെ നിങ്ങളുടെ സംഭാവനകൾ, നിങ്ങളുടെ സഹകരണങ്ങൾ അവിടേക്ക് ഇപ്പോൾ ചെയ്യുക. അല്ലാതെ ചില വീഡിയോകൾ കണ്ടിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞ ഈ വീഡിയോയിലും അതേപോലെ ഞാൻ വേറൊരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയിലും പറയുന്നത് നേരിട്ട് കൊടുക്കാൻ തന്നെയാണ് അവർ പറയുന്നത്, കൊടുക്കരുത് എന്നല്ല പറയുന്നത്, കൊടുക്കാൻ തന്നെയാണ് ആ വീഡിയോകളിലൊക്കെ പറയുന്നത്. പക്ഷേ സന്നദ്ധ സംഘടനകൾ വഴി കൊടുക്കരുത് എന്നാണ് അവർ ഊന്നൽ നൽകി പറയുന്നത്. അപ്പോൾ ചില സംഘടനകൾ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരുടെ കൈകളിൽ നിങ്ങളുടെ സംഭാവനകൾ അവിടേക്കായിട്ട് എത്തിക്കുക. പ്രളയകാലത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചത് ഈ നിമിഷം ഓർത്തുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിലേക്ക് നമ്മുടെ കൈകൾ കോർക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.